ഇന്ന് പണം സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ പല കോലത്തിലുണ്ട്. ഒന്ന് നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കുക. മുമ്പ് അങ്ങനൊക്കെ തന്നെ ആയിരുന്നു അല്ലെ? മുമ്പ് ഈ പ്രായമുള്ള വല്യപ്പാരൊക്കെ പെരയിൽ തന്നെ അത് വലിയ സഞ്ചിയിലൊക്കെ കെട്ടിപ്പൊതിഞ്ഞ് വെച്ച് കണ്ടിങ്ങനെ സൂക്ഷിക്കണം. ഇടക്കിടക്ക് എടുത്ത് എണ്ണി വെക്കും. അങ്ങനൊക്കെ ആയിരുന്നു പണ്ട്. എന്നിട്ട് ആ താക്കോൽ ഇങ്ങനെ അരയെ കെട്ടിയിട്ട് നടക്കും. അതൊരു കാലം. അപ്പൊ വീട്ടിൽ തന്നെ സൂക്ഷിക്കൽ ഒരു സൂക്ഷിപ്പുണ്ട്, വ്യക്തമാണ്. മറ്റൊന്ന്, നമ്മൾ ഉള്ളത് പറയാമല്ലോ, പലരും പണം ബാങ്കിലാണ് സൂക്ഷിക്കാറുള്ളത്. ബാങ്കിൽ സൂക്ഷിക്കുമ്പോഴും അത് നമ്മുടെ പണമാണ്. ചിലര് സൂക്ഷിക്കാൻ ചിലപ്പോൾ മറ്റൊരാളെ ഏൽപ്പിച്ചിട്ടുണ്ടാകും, അപ്പോഴും പണം നമ്മുടെ പണം. അപ്പൊ നമ്മുടെ കയ്യിൽ തന്നെ സൂക്ഷിപ്പുള്ള പണമാണ്. കുറച്ച് വർഷം പൂർത്തിയാകുമ്പോൾ, ഓരോ വർഷം പൂർത്തിയാകുമ്പോൾ അതിന്റെ 2% സക്കാത്ത് നിർബന്ധമാണ്. ബാങ്കിൽ സൂക്ഷിക്കുന്ന പണവും അതും വർഷം പൂർത്തിയാകുമ്പോൾ, ബാങ്കിൽ സൂക്ഷിക്കുന്ന പണം വർഷം പൂർത്തിയാവുക എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിൽ അല്ലെങ്കിൽ ബാങ്കിൽ നിക്ഷേപിച്ചത് മുതൽക്ക് വർഷം പൂർത്തിയാകുക എന്നല്ല, നമ്മുടെ ഉടമയിൽ വന്നത് മുതൽ വർഷം പൂർത്തിയാകുക. അപ്പൊ 1,00,000 രൂപ എന്റെ കയ്യിലെത്തി, ഒരു റമദാൻ 1-ന് എത്തിയും സങ്കല്പിക്കുക. അതൊരു 2 മാസം ഞാൻ എന്റെ കയ്യിൽ തന്നെ വെച്ചിട്ടാണ് പിന്നീട് ബാങ്കിൽ കൊണ്ടുപോയിടുന്നത്. ഒക്കെ സങ്കല്പമാണ്. 2 ലക്ഷം 2 മാസം ഞാൻ സൂക്ഷിച്ചിട്ടാണ് ബാങ്കിൽ കൊണ്ടുപോയിടുന്നത്. അപ്പൊ ഇനി ബാങ്കിലിട്ടത് മുതൽ 10 മാസമായാൽ മതിയാകും. ബാങ്കിലിട്ടത് മുതൽക്കല്ല കൊല്ലം കണക്കാക്കേണ്ടത്, പണം നമ്മുടെ ഉടമയിൽ വന്നത് മുതൽ. കറൻസിയുടെ സക്കാത്തിൽ ഏത് രൂപത്തിലും സക്കാത്തിന്റെ പ്രശ്നം വരുന്നത് വർഷം പൂർത്തിയാവണം. ഞാൻ പറഞ്ഞിരുന്നു, വർഷം പൂർത്തിയാവണമെങ്കിൽ ഇത് വർഷം ആരംഭിക്കണമല്ലോ. എവിടെ മുതലാണ് ആരംഭിക്കുക? ആ മിനിമം സംഖ്യ നമ്മുടെ ഉടമയിൽ വന്നത് മുതൽ വർഷം ആരംഭിക്കണം. അത് നമ്മുടെ സ്വന്തം കയ്യിൽ തന്നെ സൂക്ഷിക്കുകയാണെങ്കിൽ അവിടെ മുതൽ വർഷം കണക്കാക്കി സക്കാത്ത് നൽകണം. ബാങ്കിൽ നിക്ഷേപിച്ചാലും പണം നമ്മുടേതാണ്, അതിന് നാം സക്കാത്ത് നൽകണം. അത് ബാങ്കിൽ ഇട്ടത് മുതൽക്ക് എന്നുള്ളതല്ല മസാല. കൊല്ലം കണക്കാക്കുക നമ്മുടെ ഉടമയിൽ വന്നത് മുതൽ. നമ്മുടെ ഉടമയിലെത്തിയ അതേ സമയത്ത് തന്നെ നമ്മൾ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ 2 കൊല്ലം ഒരേ രൂപത്തിലായിരിക്കുമല്ലോ. നമ്മൾ കുറെ കാലം കൈവശം സൂക്ഷിച്ചിട്ടാണ് ബാങ്കിൽ ഇടുന്നതെങ്കിൽ നമ്മുടെ ഉടമയിൽ വന്നത് മുതൽക്ക് വർഷം കണക്കാക്കണം. കടമായി വേറെ ആ വ്യക്തിയെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത്, അതിനെ ബാങ്കിൽ സൂക്ഷിക്കും പോലെ തന്നെ കടമായി നൽകിയതാണെങ്കിൽ 1,00,000 രൂപ നമ്മൾ മറ്റൊരു വ്യക്തിക്ക് കടമായി നൽകി. കടമായി നൽകിയാൽ നമുക്കൊരു വിശ്വാസമാണ്. കാരണം അത്രയും പൈസ അവിടെ ഉണ്ട്, തിരിച്ചു കിട്ടുമല്ലോ എന്നുള്ളൊരു സമാധാനമാണ്. ചിലര് പറ്റിക്കാറുണ്ടെങ്കിലും അല്ലേ, ഓൻ തരണം എന്നാണല്ലോ നിയമം. ഇവിടെ തന്നില്ലെങ്കിൽ അവിടെ വാങ്ങാൻ അവസരം ഉണ്ടല്ലോ. നമ്മളൊരാൾക്ക് കടം കൊടുത്താൽ അതൊരു ധൈര്യ. കടം കൊടുക്കൽ സുന്നത്താണ്. കടം പരമാവധി കൊടുക്കാൻ താല്പര്യം വേണം, വാങ്ങാൻ താല്പര്യമില്ലാതിരിക്കലാണ് നല്ലത്. കടം വാങ്ങുക എന്നുള്ള സംഗതി അത്ര താല്പര്യപ്പെടേണ്ട സംഗതിയല്ല. ഞാൻ ഇപ്പൊ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോ എന്താ പറഞ്ഞത്? കടം കൊടുത്താൽ എന്റെ 1,00,000 രൂപ നിങ്ങൾക്ക് കടം തന്നാൽ എനിക്കൊരു സമാധാനം. എന്ത് 1,00,000 അവിടെ ഉണ്ടല്ലോ, അതിപ്പോ ചെലവായി പോകൂലല്ലോ. എന്റെ കയ്യിലാണെങ്കിൽ ചിലപ്പോൾ ചെലവായി പോകും. ഇതൊരാൾക്ക് കടം കൊടുത്തോണ്ട് ചെലവായി പോകൂല, സാധനം കിട്ടും ചെയ്യും. അപ്പൊ നിങ്ങൾ പറയുന്നത് കിട്ടുന്നൊന്നും ഉറപ്പിക്കാൻ പറ്റൂല. അതിനാൻ പറഞ്ഞ ദുനിയാവ് കിട്ടിയില്ലെങ്കിൽ കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടായതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അല്ല, ഇവിടെ കിട്ടിയില്ലെങ്കിലും കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ടായതുകൊണ്ട് സമാധാനമാണ്. എവിടെയും കിട്ടൂല എന്നുണ്ടാലാണ് അല്ലെ. അപ്പുറം ഒരു ജീവിതം എല്ലാം ചിന്തിക്കുന്നവർക്ക് കാര്യം അപകടം തന്നെയാണ്. എനിക്ക് ആ ബുദ്ധിമുട്ടില്ല. എന്നിൽ കടം വാങ്ങി പറ്റിച്ചാലും എനിക്ക് പ്രശ്നമില്ല. പിന്നെ അവിടെ കിട്ടും. ചിലപ്പോ അവിടെ എത്തുമ്പോൾ മനസ്സിലാകും ഇവിടെ തരാതിരുന്നതാണോ നല്ലത്. ഇല്ല, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഹദീസുകളിൽ. ഇരിക്കട്ടെ, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഞാനൊരു ചിലരുടെ സംശയത്തെയും കൂടി കണ്ടുകൊണ്ട് പറഞ്ഞതാ. ഉസ്താദേ, കടം കൊടുത്താലേ നമ്മളതിന് സക്കാത്ത് കൊടുക്കും വേണം, പൈസ നമ്മളെ കയ്യിലൊട്ടില്ലേണം എന്നൊക്കെ ചിലര് തോന്നിപ്പോവും. ഇനി അത് കിട്ടിയില്ലെങ്കിലോ എന്നുള്ളേ അതിനൊക്കെ പറഞ്ഞാണ് കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ കിട്ടുമ്പോഴല്ലെങ്കിൽ അവിടെ കിട്ടും. എന്നാലും കടം കൊടുത്ത സംഖ്യക്കും സക്കാത്ത് നിർബന്ധമാണ്. 1,00,000 രൂപയാണ് നിങ്ങൾക്ക് കടം തന്നാൽ ആ 1,00,000 എന്റേതാണ് സത്യത്തിൽ. അതിന്റെ പകരം നിങ്ങൾ തിരിച്ചു തരാൻ ബാധ്യതയുള്ളത് കൊണ്ട് സക്കാത്തിന്റെ വിഷയത്തിൽ അത് എന്റെ പണമായി കണക്കാക്കും. അതുകൊണ്ട് ഞാൻ സക്കാത്ത് നൽകണം. എപ്പോഴാണ് കൊടുക്കേണ്ടത്? വർഷം പൂർത്തിയാവുമ്പോൾ. വർഷം ഏത് മുതൽക്കാണ് കണക്കാക്കേണ്ടത്? കടം കൊടുത്തത് മുതൽക്കല്ല വർഷം കണക്കാക്കേണ്ടത്, പിന്നെ എന്റെ ഉടമയിൽ വന്നത് മുതൽ. ഇതൊന്നും മനസ്സിലാക്കി കഴിയുമ്പോൾ മനസ്സിലായി പോകും. അപ്പൊ എന്റെ ഉടമയിൽ 1,00,000 രൂപ വന്നു, 6 മാസക്കാലം ഞാൻ സൂക്ഷിച്ചു. ഒരു 6 മാസം കഴിഞ്ഞപ്പോഴാണ് മറ്റൊരാൾക്ക് കടം കൊടുക്കുന്നത്. ആ കൊടുത്തത് മുതൽ 6 മാസം കൂടി തികയുമ്പോൾ അതിനൊരു വർഷം പൂർത്തിയായി സക്കാത്ത് നൽകണം. പക്ഷെ കടം കൊടുത്ത സംഖ്യക്ക് സക്കാത്ത് നൽകുന്നതിന്റെ മസാല വർഷം പൂർണ്ണമാകുമ്പോൾ അതിൽ സക്കാത്ത് നിർബന്ധമുണ്ട്. അത് കൃത്യമാണ്.
അതേസമയം ഇപ്പോൾ തന്നെ കൊടുക്കേണ്ടതുണ്ടോ? ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ കൊല്ലം പൂർത്തിയായ സമയത്ത് തന്നെ കൊടുക്കേണ്ടതുണ്ടോ? ആ കടം ഇപ്പോൾ ചോദിച്ചാൽ കിട്ടുന്ന രൂപത്തിലുള്ള കടമാണ്. അതിന്റെ അവധി എത്തിയിട്ടുണ്ട്, ആ സംഖ്യ എനിക്ക് തരാനുണ്ട് എന്ന് വാങ്ങിയവൻ സമ്മതിക്കുന്നുണ്ട്, അത് തരാനുള്ള സാമ്പത്തിക ശേഷി ഇപ്പോൾ അവനുണ്ട്, ചോദിച്ചാൽ കിട്ടും. ഈ കോലത്തിലാണ് കടം കൊടുത്ത സംഖ്യയുടെ സക്കാത്താണ് ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വർഷം പൂർത്തിയാകുമ്പോൾ അതിൽ സക്കാത്ത് നിർബന്ധമുണ്ട്. അത് ഈ വർഷം പൂർത്തിയാകുന്ന സമയത്ത് ഇപ്പോൾ ചോദിച്ചാൽ കിട്ടുന്ന രൂപത്തിലാണ്. അവൻ തരാൻ തയ്യാറാണ്, അവന്റെ കയ്യിൽ പണവുമുണ്ട്. എന്നാൽ അത് വാങ്ങിയാലും ഇല്ലെങ്കിലും നമ്മൾ ഇപ്പോൾ തന്നെ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. അതേസമയം ഇപ്പോൾ ചോദിച്ചാൽ കിട്ടുന്ന രൂപത്തിലല്ല. എന്നാൽ ഒരുപക്ഷെ അവധി എത്തിയിട്ടില്ല, അല്ലെങ്കിൽ അവധി എത്തിയിട്ടുണ്ട്, പക്ഷെ അവന്റെ കയ്യിൽ പണമില്ല, ഓപ്പ തരില്ല. ഉണ്ടായിട്ട് തരാതിരിക്കലാവാം, അല്ലെങ്കിൽ ഇല്ല, ഏതായാലും ഇപ്പൊ കിട്ടില്ല, അത് നമുക്കും അറിയാം. എന്നാൽ സക്കാത്ത് നിർബന്ധമായിട്ടുണ്ടെങ്കിലും അതിന്റെ സക്കാത്ത് ഇപ്പോൾ തന്നെ നാം കൊടുക്കണം എന്നില്ല. അത് കിട്ടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അപ്പോൾ കൊടുത്താൽ മതി. ചില കടമൊക്കെ കൊടുത്താൽ കിട്ടാറില്ല എന്നൊരു ധാരണ ഉള്ളപ്പോൾ ഈ മസലും കൂടി ഓർത്തു വെക്കാം. അത് കിട്ടിയതിന്റെ ശേഷം കൊടുത്താൽ മതി. പക്ഷേ കിട്ടിയതിന്റെ ശേഷം കൊടുക്കുമ്പോൾ മുൻകാല പ്രാബല്യത്തോട് കൂടി കൊടുക്കൽ നിർബന്ധം. ചിലപ്പോൾ ഒരാൾക്ക് 2.5 ഒരു സംഖ്യ കടം കൊടുത്തു, 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് അത് കിട്ടുന്നത്. നമ്മൾ ഓരോ വർഷം പൂർത്തിയാകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് സക്കാത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ലാസ്റ്റ് ഒരു വർഷത്തതേ കൊടുക്കാനുണ്ടാകൂ. അങ്ങനെ കൊടുക്കുന്നതിന് വിരോധമല്ല. പക്ഷെ ചോദിച്ചാൽ ഇപ്പോൾ കിട്ടുന്ന രൂപത്തിലുള്ളതല്ലാത്തത് കൊണ്ട് നമ്മൾ അന്ന് കൊടുത്തിരുന്നില്ല. കിട്ടിയാൽ കൊടുക്കാം എന്ന നിലപാടിൽ നിൽക്കുകയായിരുന്നു. പിന്നീട് കിട്ടി 10 കൊല്ലം കഴിഞ്ഞിട്ട്. എന്നാൽ മൊത്തത്തിൽ ഞാനിപ്പോൾ പറയുകയാണ്, ഇനി അവിടെ വല്ല സംശയമുള്ളവർക്ക് ചോദിക്കാം, 10 വർഷത്തെ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാകും. ഇതൊക്കെ പറയുമ്പോൾ ഒരു കാര്യം ഞാൻ പറയട്ടെ, സാധാരണക്കാരെ ഉദ്ദേശിച്ചാണ് പ്രധാനമായും, അല്ലെങ്കിൽ ആലിമീങ്ങളോട് മറ്റുള്ളവരുടെ ചോദ്യങ്ങൾ വരുമല്ലോ. ഇതൊരു നഷ്ടമല്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. നമ്മൾ ഒരാൾക്ക് സക്കാത്ത് കടം കൊടുത്തു, ആ ഒരു കൊല്ലം അതുകൊണ്ട് നമ്മുടെ ഉപകാരം നടന്നില്ല, അവന്റെ ഉപകാരം നടന്നു. ഇനിയിപ്പോ അതിന്റെ സക്കാത്തും നമ്മൾ കൊടുക്കണം. ഇത് 10 കൊല്ലം കഴിഞ്ഞിട്ടേ കിട്ടിയതെങ്കിൽ ആ 10 കൊല്ലത്തെ സക്കാത്ത് നമ്മൾ കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഒരു ഇത്തിരി പ്രയാസമല്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഞാൻ വൈലത്തൂരിൽ ടൗൺ പള്ളിയിൽ ക്ലാസ് എടുത്തപ്പോൾ എഴുതി കിട്ടിയ ഒരു ചോദ്യം, ഇങ്ങനെ കടം കൊടുക്കുമ്പോൾ അതിന്റെ സക്കാത്ത് നീ കൊടുക്കണമെന്ന് ഷർത്ത് വെക്കാൻ പറ്റുമോ? ഞാനൊരു 1,00,000 രൂപ നിങ്ങൾക്ക് കടം തരുമ്പോ നിങ്ങൾക്ക് കടം തന്നിട്ട് ഒരു പൈസ അവിടെയാണ്, എനിക്ക് ഇനി കിട്ടിയിട്ട് കാണും, എന്റെ ഉപകാരം പറ്റും നടക്കൂല, അതിന്റെ സക്കാത്ത് എനിക്ക് നിർബന്ധവും ചെയ്യും. അപ്പൊ ഈ സക്കാത്ത് നിങ്ങൾ തന്നെ കൊടുക്കണമെന്ന് ഷർത്ത് വെക്കാൻ പറ്റുമോ? മറുപടി, ഷർത്ത് വെക്കാൻ പറ്റില്ല. ഒരാൾക്ക് ഞാൻ കടം കൊടുക്കുമ്പോ അത് മുഖേന എനിക്കെന്തെങ്കിലും ഒരു ഗുണം വരണമെന്ന് ഷർത്ത് വെച്ചുകൊണ്ട് കടം കൊടുക്കുന്നതിന്റെ പേരാണ് റിബൽ ഖർള്. മലയാളത്തിൽ കടപ്പലിശ എന്ന് പറയും. സുബൈൽ മോബിഖാത്തിൽപ്പെട്ട അതിഗുരുതരമായ തെറ്റ്. അത് പറ്റില്ല. അത് അവന് കടം കൊടുക്കാതെ നമ്മൾ സൂക്ഷിച്ചാലും അതിന് സക്കാത്ത് വരില്ലേ? സക്കാത്ത് എന്നുള്ളത് അവന്റെ ബാധ്യതയല്ല, നമ്മുടെ ബാധ്യതയാ. നമ്മുടെ ബാധ്യത അവൻ കൊടുക്കണമെന്ന് ഷർത്ത് വെക്കാൻ പറ്റില്ല. കൊടുക്കുമ്പോ ഷർത്തൊന്നും വെക്കാതെ ആ സംഖ്യ തരുമ്പോ അതിന്റെ സക്കാത്തിനുള്ള പൈസയും കൂടി ഓന് തന്നെ തന്നാൽ അൽഹംദുലില്ലാ, നല്ല സംഗതിയാണ്. ഓനക്കൊരു സുന്നത്തായ സഹായം ഇങ്ങോട്ട് കൊടുത്തു എന്നുള്ള കൂലിട്ടും ഞമ്മക്ക് സക്കാത്ത് കൊടുക്കാനുള്ള പൈസയും കിട്ടും. പക്ഷെ കൊടുക്കുമ്പോ ഷർത്ത് വെക്കാൻ പറ്റില്ല. ഇനി ഈ മസാല ചിന്തിക്കുമ്പോഴപ്പോ പറഞ്ഞ നമ്മൾ കടം കൊടുത്തും ചെയ്ത് പിന്നെ സക്കാത്തും കൊടുക്കണം, 10 കൊല്ലം കഴിയുമ്പോൾ എല്ലാം കൂടി ഇതൊക്കെ ഒരു നഷ്ടക്കച്ചവടമല്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതുപോലെ കച്ചവടത്തിന്റെ സക്കാത്തിലേക്ക് ഞാൻ വരുന്നുണ്ട്. അവിടെയും ഇതുപോലെ ചോദ്യങ്ങൾ വരും. അത് വലിയ പ്രയാസമല്ലേ? അതിനൊറ്റ മറുപടിയുള്ളൂ, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു നഷ്ടമല്ല, ഒക്കെ ആഖിറത്തിലെ അക്കൗണ്ടിലേക്ക് ലാഭങ്ങളായി പരിഗണിക്കപ്പെടുന്നതാണ്. ബാങ്കിൽ പൈസ ഇട്ട നിങ്ങൾക്ക് ഒരു സമാധാനമല്ലേ? കാരണം നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടല്ലോ, ആവശ്യം ഉണ്ടാകുമ്പോൾ കിട്ടുന്നു എന്നതുപോലെ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നമ്മൾ ലാഭനഷ്ടം പരിഗണിക്കേണ്ടത് ഇവിടെ ദുനിയാവുക്ക് നോക്കിയിട്ടല്ല. നിങ്ങളൊന്നും വിചാരിക്കരുത് അങ്ങനെയാണെങ്കിൽ ഇന്ന് സുബഹിസ്കരിച്ചിട്ട് എന്താ കിട്ടിയത്? ദുന്യാവിക്ക് നോക്കിയിട്ടാണെങ്കിൽ ദുന്യാവിൽ ഇപ്പൊ സുബഹിസ്കരിച്ചുകൊണ്ട് എന്താ കിട്ടിയത്? കുറെ കാലമായി നമസ്കാരം തുടങ്ങിയിട്ട് കൊണ്ട് എന്താ കിട്ടിയത്? അൽഹംദുലില്ലാ, അതിന്റെ ഒരു ബർക്കത്തുണ്ട് നമ്മൾ പറയാ. അത് നിസ്കരിക്കാത്തവർക്കുണ്ട് ഒരു ബലാലിന്റെ ബർക്കത്ത് എന്നൊരു സംഗതി. നിസ്കരിക്കാത്തവർക്കില്ല ഇവിടെ പലതും ദുന്യാവ് കിട്ടുന്നത്. അപ്പൊ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുകൊണ്ടാണ് സക്കാത്ത് നൽകണമെങ്കിലും നിസ്കരിക്കണമെങ്കിലും ഒക്കെ ഈമാൻ മർമ്മമാണെന്ന് പറയാൻ കാരണം.
ഈമാനുണ്ടാകുമ്പോഴേ നിസ്കാരമായി പരിഗണിക്കുന്നുള്ളൂ. സക്കാത്തിനും അത് നിർബന്ധ. ഈ സക്കാത്തിന് നിർബന്ധ. സക്കാത്ത് നൽകുന്നത് പരിഗണിക്കപ്പെടണമെങ്കിൽ, സക്കാത്തായി സ്വീകാര്യമാവണമെങ്കിൽ ഈമാൻ നിർബന്ധ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ മുഅ്മിനെ സക്കാത്ത് നിർബന്ധമുള്ളൂ, മുസ്ലിമിനെ നിർബന്ധമുള്ളൂ എന്നൊക്കെ പറയാനുള്ള കാരണം. ഇരിക്കട്ടെ, അപ്പൊ അത് നഷ്ടല്ലേ എന്നൊന്നും നമ്മൾ ചിന്തിക്കുന്നതിൽ അർത്ഥമല്ല. അങ്ങനെ 1 ലക്ഷം കടം കൊടുത്തു, വർഷം പൂർത്തിയായതിനു ശേഷം അതിന്റെ സക്കാത്ത് കൊടുത്താൽ എത്ര വലിയ ഫലമാണ് അങ്ങോട്ട് ലഭിക്കുന്നത്. ഒരു സംഖ്യ കടം കൊടുത്തതിന്റെ പ്രതിഫലം, കടം കൊടുക്കുക എന്നുള്ള വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് അല്ലേ. കടം കൊടുത്ത സംഖ്യയുടെ പകുതി സംഖ്യ സദക്ക ചെയ്ത പ്രതിഫലം ഉണ്ടാകുന്ന. 1 ലക്ഷം കടം കൊടുത്തു, 1 ലക്ഷം തിരിച്ചു കിട്ടി, എന്നാലും 50,000 രൂപ സദക്ക ചെയ്ത പ്രതിഫലമുണ്ട്. എവിടെ? ആഖിറത്ത്. ഞാൻ ഒരു ചോദ്യത്തിനോടും കൂടി പ്രതിനിധീകരിക്കുകയാണ്. നമ്മളൊരാൾക്ക് കടം കൊടുക്കുമ്പോൾ അയാളിൽ നിന്ന് എന്തെങ്കിലും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നതിൽ എന്താ തെറ്റ് എന്ന് ചോദിക്കുന്നവരുണ്ട്. അവരുടെ ന്യായം, പണം നമ്മളെ ഉപകാരം നടക്കുന്നില്ലല്ലോ, അയാളുടെ ഉപകാരമല്ലേ നടക്കുന്നത്. അപ്പൊ നമ്മളെ ഉപകാരം നടക്കാതെ ഒരു കൊല്ലം അവിടെ കിടക്കല്ലേ, അപ്പൊ തിരിച്ചു വരുമ്പോ എന്തെങ്കിലും ഒരു വിയർപ്പ്. എന്നോടൊരു വയസ്സായ ആള് ചോദിച്ച പ്രയോഗം അതാണ്, എന്തെങ്കിലും ഒരു വിയർപ്പ് അയിമ കിട്ടണമെന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ? ന്യായം എന്താ? നല്ല ന്യായമുണ്ട് അദ്ദേഹത്തിന്. എന്താ ന്യായം? നമ്മളെ ഉപകാരം നടക്കുന്നില്ലല്ലോ, പറ്റില്ല. പറ്റില്ല. അതുകൊണ്ട് അതിന് പകരം ഇങ്ങനെ ചിന്തിക്കണം, നമ്മുടെ ഉപകാരം ഇപ്പം അതുകൊണ്ട് നടക്കണില്ല, പക്ഷെ മറ്റൊരു സഹോദരന്റെ ഉപകാരം അതുകൊണ്ട് നടക്കുന്നു. മറ്റൊരു സഹോദരന്റെ ഉപകാരം നടത്തി കൊടുക്കുന്നതിന് വലിയ പ്രതിഫലം നമുക്ക് ആഖിറത്തിലുണ്ട്. കടം കൊടുക്കൽ സുന്നത്താണെന്നുള്ള മസല വിശദീകരിച്ചിടത്ത് ഇബ്രാഹിം ഹൈത്തമി റളിയല്ലാഹു അൻഹു അടക്കം ഉദ്ധരിച്ച ഹദീസ്, മൻ നഫസ കുർബത്തൻ അൻ അഖീഹി കുർബത്തൻ മിൻ കുറബി ദുനിയ നഫസല്ലാഹു അൻഹു കുർബത്തൻ മിൻ കുറബി യൗമിൽ ഖിയാമ. ഇവിടെ ഒരാൾക്ക് ആശ്വാസം നൽകിയാൽ പരലോകത്ത് മഹ്ശറിൽ ഫലമായി നമുക്ക് വലിയ ആശ്വാസം കിട്ടും. ഇരിക്കട്ടെ, ഞാൻ മസ്അലയിലേക്ക് വരാം. അപ്പോ കടം കൊടുക്കും വേണം, കൊടുത്തിട്ട് പൈസ കൊണ്ട് ഉപകാരം നടക്കണില്ല, അതിന്റെ സക്കാത്ത് കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ബുദ്ധിമുട്ടല്ലേ? ദുനിയാവിൽ പലതും ബുദ്ധിമുട്ടുണ്ട്, ആഖിറത്തിലേക്ക് ഫലം ഉണ്ടാകും. ഞാനിപ്പോ എന്തേ പറഞ്ഞത്? പണത്തിന്റെ സക്കാത്ത് നിസാബ് സംഖ്യ 1 വർഷം പൂർണ്ണമായി സൂക്ഷിച്ചാൽ 2.5% സക്കാത്ത് നൽകുക നിർബന്ധമാണ്. അങ്ങനെ ഓരോ വർഷം കൊടുത്തുകൊണ്ടിരിക്കണം. നിസാബ് 595 ഗ്രാം വെള്ളിയുടെ 1 വർഷത്തിലെ ഏറ്റവും ഉയർന്ന വിലയാണ്. വർഷം പൂർണ്ണമായി അത്രയും സംഖ്യ ഉടമയിൽ വെക്കുമ്പോഴാണ് സക്കാത്ത് നിർബന്ധമാകുക. സ്വന്തം കയ്യിൽ സൂക്ഷിക്കലാവാം, ബാങ്കിലുള്ള നിക്ഷേപമാവാം, മറ്റൊരാൾക്ക് കടം കൊടുത്ത സംഖ്യയാവാം. കടത്തിന്റെ സക്കാത്ത് ഇപ്പോൾ ചോദിച്ചാൽ കിട്ടുന്ന രൂപത്തിലാണെങ്കിൽ വർഷം പൂർത്തിയാവുമ്പോൾ തന്നെ സക്കാത്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ കിട്ടുമ്പോൾ കൊടുത്താൽ മതി. കിട്ടുമ്പോൾ കൊടുക്കുമ്പോൾ മുൻ വർഷങ്ങളുടേതെല്ലാം കൊടുക്കേണ്ടി വരും. ഇനിയുള്ള അവിടെ ചെറിയ ചില വിഷയങ്ങളെ പറയുന്നുള്ളൂ. ഇനി ഈ പണം ബാങ്കിൽ നിക്ഷേപിക്കുന്നവർക്കും മറ്റൊക്കെ ചിലപ്പോ ഒന്നിച്ചാവൂല ഒരു സംഖ്യ നിക്ഷേപിക്കാൻ. കുറേശ്ശെ നിക്ഷേപിക്കുന്നവരുണ്ടാവും. മാസം തോറും 5000 നിക്ഷേപിക്കുന്നവർ. ഇങ്ങനെയാണെങ്കിൽ തുടക്കത്തിൽ നമ്മൾ തുടങ്ങാം. ഒരാൾ ബാങ്കിലായാലും സ്വന്തം കയ്യിലായാലും ഇനി വലിയ കുറികളിലോ ഹറാമല്ലാത്ത കുറികളിലോ മറ്റോ ആണെങ്കിലും മാസം വീതം ഓരോ ചെറിയ സംഖ്യകൾ മാറ്റി വെക്കുന്നവർ, നിക്ഷേപിക്കുന്നവർ, അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കുന്നവർ, ഒന്നാമത്തെ മാസം ഇപ്പൊ ഈ റമദാനിൽ ഒരാള് 1000 രൂപ എടുത്തു, അല്ലെങ്കിൽ 5000 ആയിക്കോട്ടെ, തോനെ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് സംഖ്യ വർദ്ധിക്കുക, 5000 എടുത്തു വെച്ചു. ബാങ്കിൽ ഇട്ടു എന്ന് പറയാം, അല്ലെങ്കിൽ എടുത്തു വരും. ആ 5000 ഇപ്പൊ എന്തില്ല? നിസ്വാബില്ല. അതുകൊണ്ട് ഇപ്പൊ സക്കാത്തിന് പ്രശ്നമില്ല. രണ്ടാമത്തെ മാസവും 5000 വെച്ചു, ഇപ്പോഴും 10000 ആയിട്ടുള്ളൂ, നിസാബ് എത്തിയിട്ടില്ല. ഇങ്ങനെ പല മാസത്തവണകൾ, ആഴ്ച തോറുവാണെങ്കിലും അയിമെന്ന് മനസ്സിലാക്കിയെടുത്താൽ മതി, മാസത്തവണകൾ ഇങ്ങനെ വെച്ച് നിസാബുള്ള തുക എത്തിയാൽ, നിസാബ് നമ്മളിപ്പോ 30,000 എന്ന് സങ്കല്പിക്കുന്നു. അങ്ങനെ അപ്പൊ 5000 വീതം ഓരോ മാസം പണം എടുത്തു വെക്കുന്നു, അല്ലെങ്കിൽ ബാങ്കിൽ ഇടുന്നു, അല്ലെങ്കിൽ വലിയ കുറിയിലേക്ക് അടച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പല മാസങ്ങൾ അടച്ച് ഒരു 4-5 മാസം അടച്ചപ്പോൾ 30,000 രൂപ വന്നു. ഇപ്പൊ ഏതെത്തി? നിസാബ്. ഉദാഹരണമാണ് 30,000 നിസാബ് എത്തി. സക്കാത്ത് നിർബന്ധമായി ഇല്ല? സക്കാത്ത് നിർബന്ധമായിട്ടില്ല. ഇനി ആ 30,000 എത്തിയത് മുതൽ 1 വർഷം പൂർത്തിയാകുമ്പോഴാണ് അതിന് സക്കാത്ത് നിർബന്ധമാവുക. പക്ഷേ അക്കൗണ്ടിലേക്ക് പിന്നെ ഇങ്ങനെ പണം എടുത്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അതിലെന്ത് വരും? ചിലപ്പോ ഈ 30,000 എത്തിയായി. അപ്പോ റമദാനിൽ 30,000 പൂർത്തിയായാൽ റമദാൻ 2 അടുത്ത റമദാൻ വർഷം പൂർത്തിയായി. പക്ഷെ ശവ്വാലിൽ നമ്മളൊരു 5000 കൂടി കൊടുത്തിരുന്നു. അങ്ങനെ അടുത്ത ദുൽഖഅദയിൽ ഒരു 5000 കൊടുക്കും.
ഇങ്ങനെ വരുമ്പോൾ കൃത്യമായ നിയമം പറയുകയാണെങ്കിൽ ഈ വ്യക്തിക്ക് ഓരോ മാസവും സക്കാത്ത് കൊടുക്കേണ്ട ഒരു സാഹചര്യം വരും. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ എന്നറിയൂല. മസലകളാവുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കണം. ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്നുള്ളൊരു പേടി ഉണ്ടായത് കൊണ്ടാണ് ചിലത് ആവർത്തിച്ച് പറയുന്നത്. അപ്പോ റമളാനിൽ 30,000 തികഞ്ഞു. അടുത്ത റമളാനിൽ 30,000 സക്കാത്ത് കൊടുത്തു. അതിന്റെ 2.5%. ഷവ്വാലിൽ ഒരു 5,000 അടച്ചിരുന്നല്ലോ, അത് അടുത്ത ഷവ്വാലിൽ അവിടെ കിടക്കുന്നുണ്ട്. ആ 5,000 സക്കാത്ത് ആ ഷവ്വാലിൽ കൊടുക്കണം. 30,000 2.5% റമളാനിൽ കൊടുത്തു. ഷഅബാനിലൊന്നും സക്കാത്ത് കൊടുത്തില്ല, കാരണം ഒരു കൊല്ലം തികഞ്ഞിട്ടില്ല. ആദ്യം നമ്മൾ അടച്ച 5,000 മുതൽക്ക് വർഷം തുടങ്ങുന്നുമില്ല, കാരണം നിസാബില്ലല്ലോ. പല തവണകളായി അടച്ചടച്ച് നിസാബ് എത്തിയത് മുതൽക്കാണ് വർഷം തുടങ്ങുക. അത് മുതൽ വർഷം പൂർത്തിയാകുമ്പോൾ അതിന്റെ 2.5% കൊടുക്കണം.